കോട്ടയ്ക്കൽ കുർബാനി ശ്രീപുരം കോളനിയിലെ അധ്യാപക ദമ്പതികളായ പ്രവീൺ മാഷിനും സനില ടീച്ചർക്കും ഈ തെരഞ്ഞെടുപ്പ് കുടുംബകാര്യമാണ്. പ്രവീൺ മാഷ് 33-ാം വാർഡിലും സനില ടീച്ചർ 35-ാം വാർഡിലുമാണ് LDFനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. CB അനുമോദിന്റെ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മത്സരിക്കുന്നത് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അതിൽ ഇത്തിരി കൗതുകമുണ്ട്. ഞാൻ നിൽക്കുന്നത് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ മത്സരിക്കുന്ന രണ്ട് ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രവീൺ മാഷും സനില ടീച്ചറും. സനില ടീച്ചർ നിലവിലെ കൗൺസിലർ കൂടിയാണ്. കോട്ടയ്ക്കൽ നഗരസഭ 32-ാം വാർഡ് അല്ലേ? 32-ാം വാർഡിൽ ഈ 35-ാം വാർഡിൽ മത്സരിക്കുന്നു. മാഷ് 33-ലും. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മത്സരിക്കുക എന്നുള്ളൊരു കൗതുകം അത് അത്ര പുതുമയുള്ളതല്ലല്ലോ. ഭാര്യയും ഭർത്താവ് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു ആവശ്യം പൊതുവെ ഇവിടുന്ന് വരികയും ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പരിഗണിച്ചത്. ശരിക്ക് നിലവിൽ കൗൺസിലറാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാർഡിൽ തന്നെ വീണ്ടും തുടരുന്നു. ഒപ്പം മാഷ് കൂടി മത്സരിക്കുന്നു. എങ്ങനെ കാണുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ആളുകളുടെ അടുത്ത് നിന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ, എൻ്റെ വാർഡിൽ ഇറങ്ങുമ്പോൾ, കുർബാനി വാർഡ് എൻ്റെ വാർഡ് തന്നെയാണ്, എൻ്റെ സ്വന്തം ആളുകളാണ്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ തോക്കാമ്പാറ വാർഡ് 33-ാം വാർഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാഷ് മത്സരിക്കുന്നു. അങ്ങനെ നല്ലൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളൊപ്പം ഉണ്ട്, ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ രണ്ടുപേരും സ്ഥാനാർത്ഥികളായിട്ട് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? വീട്ടിലെ കാര്യങ്ങൾ അതൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മക്കൾ പഠിക്കുകയാണ് രണ്ടുപേരും. ഒരാൾ എറണാകുളത്താണ്, ഒരാൾ കോഴിക്കോടാണ്. പിന്നെ അവർ വരുന്ന സമയത്ത് അവർക്കുള്ള സമയം കൂടി കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. മറ്റേ നമ്മൾ പൊതുവേ 30 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ഞാൻ. അതെൻ്റെ അച്ഛനും അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു രാമാഷ് എന്ന് പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കത് പുതുമയല്ല. വീട് തന്നെ ഒരു തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് വന്നുള്ളത്. അപ്പോൾ രാവിലെ നേരത്തെ തുടങ്ങും അല്ലേ? ഉച്ചയ്ക്ക് ഒരു അല്പം ഇടവേളയിൽ മാത്രമേ കാണലുണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ. പരസ്പരം പ്രചരണത്തിന് പോകാൻ പറ്റുമോ? പറ്റും തീർച്ചയായും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് തന്നെ പോകും. ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കും 2 വാർഡും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണോ സമയം അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും ചെന്ന് കണ്ട് നല്ല ഉഷാറായിട്ടാണ് ഞങ്ങൾ. സിറ്റിംഗ് വാർഡ് ആയതുകൊണ്ട് ആശ്വാസം. സിറ്റിംഗ് വാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വാർഡുകളാണ്. പിന്നെ നമ്മളെ അറിയുന്ന ആളുകളാണ് എല്ലാ ആളുകളും ഈ 2 വാർഡിൽ. തോക്കാമ്പാറ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. കുർബാനി വാർഡ് കഴിഞ്ഞ വർഷം സനില മെമ്പറായിരുന്നു. 15 വർഷം നമ്മുടെ LDF കൗൺസിലർമാരുണ്ടായിരുന്ന വാർഡാണ്. തോക്കാമ്പാറ വാർഡും അതെ, 20 വർഷമായിട്ട് LDF ഉള്ള വാർഡാണ്. അപ്പോൾ ഈ 2 വാർഡും ഞങ്ങൾക്ക് അപരിചിതരല്ല ഞങ്ങൾ. അപ്പോൾ അതിനൊരു വിഷയമില്ല. ഞങ്ങൾക്ക് 2 വാർഡും പോയി പ്രവർത്തിക്കാനോ കാര്യങ്ങൾ നീക്കാനൊന്നും ഒരു പ്രയാസമില്ല. കോട്ടയ്ക്കൽ സാധാരണ പറയുന്നത് LDFന് ബാലികാറാമലയാണ് കോട്ടയ്ക്കൽ നഗരസഭ എന്നാണ് പൊതുവെ പറയുന്നത്. ചരിത്രം അങ്ങനെയാണ് അതിൻ്റെ പലതും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ പ്രതീക്ഷകൾ? ഇത്തവണ നല്ല പ്രതീക്ഷയാണ്. മികച്ച സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം LDF എല്ലാ വാർഡുകളിലും നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാണുന്നത്. വൻ വിജയം നേടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രണ്ടുപേരും ടീച്ചറെ സ്കൂൾ ഇവിടെ കുറച്ച് അകലെയാണ്. പൂക്കിപ്പറമ്പ് അടുത്താണ്. സ്കൂൾ ഇവിടെ തന്നെ. എൻ്റെ സ്കൂള് തോക്കാമ്പാറ LP സ്കൂൾ. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇനി സമയം വളരെ കുറച്ചധികമല്ലേ ഉള്ളൂ? എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്ലാനൊക്കെ? ഇനിയുള്ള ദിവസങ്ങളിലെ പ്ലാന് നമ്മുടെ കൺവെൻഷൻ അടുത്ത ദിവസം നടക്കും. അതിനുശേഷം സ്ക്വാഡ് പ്രവർത്തനമുണ്ട്, പ്രചരണ പ്രവർത്തനമുണ്ട്. അതുപോലെ പരമാവധി ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തന രീതിയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനത്തേക്ക് കടക്കുകയാണ്. ടീച്ചർക്ക് 5 വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ? ഉണ്ട്. നിരവധി വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. ആ ഒരു സന്തോഷവും സംതൃപ്തിയുമാണ് എനിക്ക് ആളുകളോട് പറയാനുള്ളതും അവരോട് സംസാരിക്കാനുള്ളതെല്ലാം. എൻ്റെ വാർഡിലെ ആളുകൾക്ക് അറിയാം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലും റോഡുകളുടെ കാര്യം നിങ്ങൾ വന്ന റോഡൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. അതെ. ഞങ്ങൾ കുർബാനിയുടെ വികസനോത്സവം എന്ന് പറഞ്ഞ് ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഏകദേശം എല്ലാ വീട്ടിൽ നിന്നും ആളുകൾ പങ്കെടുത്തിട്ടുള്ള നല്ലൊരു ഉത്സവമായിരുന്നു. അതിൽ കലാപരിപാടികളും വാർഡിൻ്റെ ഒരു ഉത്സവം തന്നെ ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിലേക്ക് പോവുകയാണ്. പ്രചരണത്തിന് തിരക്കിലാണ് രണ്ടുപേരും. മാഷ് കന്യാംഗത്തിൽ വിജയിച്ച് കയറാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിജയ തുടർച്ചയാണ് ടീച്ചർ പ്രതീക്ഷിക്കുന്നത്. അഖിലോട്ട് വർക്കൊപ്പം CB അനുമോദ്, News 18.